പുരുഷന്മാർ ഇത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷേ 1% സ്ത്രീകൾ മാത്രമാണ് ഇത് പറയുന്നത്. നിങ്ങളുടെ ചില വാക്കുകൾ അത് പങ്കാളിയുടെ ഹൃദയം അലിയിക്കുമോ? ആ വാക്കുകൾക്ക് നിങ്ങളുടെ പങ്കാളി നിങ്ങളെ കാണുന്ന രീതിയിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുമോ? വാക്കുകൾ വളരെ ശക്തമാണ്. അത് അവൻ്റെ ആത്മാവിൽ ആഴത്തിൽ എത്തിച്ചേരുന്നു. ഈ വാക്കുകൾ അതിൻ്റെ ആഴങ്ങളിൽ എത്തുന്നത്ര അവൻ നിങ്ങളെ ദൃഢമായി സ്നേഹിക്കാൻ തുടങ്ങുന്നു. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഒരു പുരുഷൻ്റെ സത്യമായ സ്നേഹം തുറക്കുന്ന എളുപ്പവും എന്നാൽ ഗംഭീരമായ വാചകങ്ങൾ ഉപയോഗിക്കുന്ന രഹസ്യങ്ങൾ അറിയാൻ കഴിയും. ഇവ വെറും പ്രശംസകളല്ല, അവ അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള ആഗ്രഹങ്ങളിലേക്ക് സംസാരിക്കുന്നതും സമൂഹം അധികം കാണുന്നില്ലാത്ത എന്നാൽ പുരുഷന്മാർ രഹസ്യമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തെറ്റിദ്ധരിക്കുന്നതിൻ്റെ കാരണം അതിനായി ഞങ്ങളൊരു ഹൃദയസ്പർശിയായ കാര്യം പറയാം. പല സ്ത്രീകളും അവരുടെ പ്രവർത്തനങ്ങൾ മാത്രം പ്രണയം കാണിക്കാൻ മതി എന്ന് വിചാരിക്കുന്നു. പ്രവൃത്തികളും പ്രധാനം തന്നെ. എന്നാൽ പുരുഷന്മാർ പലപ്പോഴും വാക്കാലുള്ള സ്ഥിരീകരണത്തിനായി ആഗ്രഹിക്കും. അവരുടെ വികാരങ്ങൾ അടിച്ചമർത്താൻ സമൂഹം അവരെ പഠിപ്പിക്കുന്നു. അതിനാൽ അവർ പതിവായി അവയുടെ പിന്തുണ ആവശ്യപ്പെടുന്നില്ല. എങ്കിലും അവർ അത് ആഴമായി ആഗ്രഹിക്കുന്നു. ഈ വാക്കുകളില്ലാതെ ബന്ധങ്ങൾ മാനസികമായും ദൂരം പ്രാപിക്കുന്നു. ഒരു പുരുഷൻ അവനെ വിലമതിക്കപ്പെടാത്തവനായി അല്ലെങ്കിൽ തെറ്റായൊരു സമീപനമായി അനുഭവപ്പെടുന്നു. അത് നിങ്ങൾക്ക് പ്രണയമില്ലാത്തതുകൊണ്ടല്ല, നിങ്ങൾ അവനെ മനസ്സിലാക്കുന്നതിനും അവൻ്റെ ഏറ്റവും നല്ല രീതിയിൽ പ്രണയം പ്രകടിപ്പിക്കാൻ ഇതുവരെ ആവശ്യമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. ആത്മാർത്ഥമായ അഭിനന്ദനങ്ങളുടെ ശക്തി. സാധാരണയായി സ്ത്രീകൾ മറക്കുന്ന സത്യം, പുരുഷന്മാർ സമർത്ഥനായും ആദരവുള്ളവനായും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. നീ എനിക്ക് എത്ര വലിയ സുരക്ഷിതത്വം നൽകുന്നു എന്ന ലളിതമായ ഒരു വാക്ക് അയാളുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നു. എന്തുകൊണ്ട്? കാരണം അത് അദ്ദേഹത്തിൻ്റെ രക്ഷകൻ്റെ സ്ഥാനം വ്യക്തമാക്കുന്നു. ഇത് മുഖസ്തുതിയല്ല, എന്നാൽ അത്യന്തം സത്യസന്ധമായ അംഗീകാരം. നിങ്ങളുടെ ജീവിതത്തിൽ അവൻ്റെ കഴിവുകൾ, ശ്രമങ്ങൾ, പങ്ക് എന്നിവ അംഗീകരിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് എത്ര പ്രധാനമാണ് എന്ന് നിങ്ങൾ അദ്ദേഹത്തോട് പറയുമ്പോൾ അവൻ ഈ വാക്കുകൾ കേട്ടാൽ എത്ര ഭയങ്കരമായ ആത്മവിശ്വാസം അനുഭവപ്പെടുമെന്ന് ചിന്തിക്കുക. ഈ വാക്കുകൾ നിങ്ങൾ അവസാനമായി ഉപയോഗിച്ചത് എപ്പോഴാണ്? ചെറുതാണെങ്കിലും ഈ വാക്കുകൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുക. അവൻ ഇത് കേൾക്കാൻ തീവ്രമായി കാത്തിരിക്കുന്നു. നിങ്ങൾ എത്രത്തോളം ജോലി ചെയ്യുന്നുവെന്ന് ഞാൻ കാണുന്നു. നിങ്ങൾ ഞങ്ങൾക്കായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അഭിനന്ദിക്കുന്നു. തൽക്ഷണം അവനെ വിലമതിക്കാവുന്ന ആഴത്തിലുള്ള വാക്കുതന്നെയാണ്. ഇത് അംഗീകാരത്തെക്കുറിച്ചാണ്, വെറും നന്ദി വാക്കല്ല. ഈ വാക്കുകൾ അവർ പോലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന അദ്ദേഹത്തിൻ്റെ ശ്രമം നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ഒരു മനുഷ്യൻ വിലമതിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കും ബന്ധത്തിനും ഏറ്റവും മികച്ച പതിപ്പായി മാറുന്നു. സാധൂകരണം ബന്ധത്തിൻ്റെ പശയാണ്. സ്ത്രീകൾ പലപ്പോഴും വൈകാരിക ബന്ധം തേടുന്നു. പുരുഷന്മാർ മൂല്യനിർണ്ണയത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നു. ഞാൻ നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് പ്രചോദനമാണ് എന്ന പരാമർശങ്ങൾ അവന് ആഴത്തിൽ ആദരവും പ്രിയവും അനുഭവപ്പെടും. ഇത് സ്വച്ഛന്തമായി നൽകുമ്പോഴാണ് കൂടുതൽ ശക്തമായത്. ഇത് അവൻ്റെ കഠിനമായ പ്രയത്നങ്ങൾ, അവൻ്റെ പരിശ്രമങ്ങൾ, അവൻ്റെ ഗുണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് കാണിക്കുന്നു. ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് നിങ്ങൾ ഏറ്റവും പ്രശംസിക്കുന്ന ഒന്നെന്താണ്? നീ പിന്നെ എപ്പോഴാണ് അത് അവനോട് പറഞ്ഞത്? ഈ ചെറിയ സ്മരണകൾ സമ്മതം ബലപ്പെടുത്തുകയും ആത്മാർത്ഥതയും കണക്ഷനുമുള്ള ഒരു അടിത്തറ നിർമ്മിക്കുകയും ചെയ്യുന്നു. ശക്തമായ വിശ്വാസം നിർമ്മിക്കുന്ന വാക്കുകൾ. വിശ്വാസം ഒരു ദിവസത്തിൽ ഉണ്ടാക്കുന്നതല്ല. അത് സ്ഥിരമായ ആശയവിനിമയത്തിലൂടെ സാർത്ഥകമായി ശക്തിപ്പെടുന്നു. ഞാൻ നിങ്ങളുടെ ന്യായവിധിയെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ആശ്രയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തെ ഉറപ്പിക്കുന്നതിന് സഹായകരമാകുന്നു. ഒരു പുരുഷൻ വിശ്വസിക്കപ്പെട്ടെന്ന് അനുഭവപ്പെടുമ്പോൾ അത് അവനെ ശക്തിപ്പെടുത്തുകയും അവൻ്റെ കഴിവുകളിൽ, തീരുമാനങ്ങളിൽ വിശ്വാസം ഉള്ളതായുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. ഇത്തരം വിശ്വാസം ഒരു അടിത്തറ നിർമ്മിക്കുന്നു. അത് എത്ര ബുദ്ധിമുട്ട് കഴിഞ്ഞാലും നിലനിൽക്കുന്നു.
ഏറ്റവും വലിയ പിശക് സ്ത്രീകൾ ചെയ്തു കൊള്ളുന്നതെന്തെന്നാൽ സ്ത്രീകൾ ഏറ്റവും വലിയ പിശക് ചെയ്യുന്നത് അവരുടെ പ്രവർത്തനങ്ങൾ മാത്രം വാക്കുകൾക്കൊപ്പം പ്രതികരിക്കുന്നു എന്ന് കരുതലാണ്. പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്, എന്നാൽ വാക്കുകൾ മാനസിക ബന്ധം ഉറപ്പാക്കുന്നു. പുരുഷന്മാർ മനസ്സിലെ വായനക്കാരല്ല. അവർക്ക് സ്നേഹം, ആദരവ്, അഭിനന്ദനത്തിൻ്റെ പ്രകടനങ്ങൾ കേൾക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു അംഗീകാരം വിസ്മരിച്ചുവെങ്കിൽ ഇപ്പോഴും ആരംഭിക്കാൻ വൈകിയിട്ടില്ല. അത്യാവശ്യമായ ആശയവിനിമയം മാനസിക ദൂരങ്ങൾ ശരിയാക്കാനും പ്രണയം വീണ്ടും ഉണർത്താനും സഹായിക്കും. പ്രോത്സാഹനം അവന് ആവശ്യമായ ഇന്ധനം. ഓരോ മനുഷ്യനും വെല്ലുവിളികൾ അഭിമുഖീകരിക്കുമ്പോൾ ഓരോ മഹാനായ മനുഷ്യനും പിന്നിൽ അവനിൽ വിശ്വസിക്കുന്ന ഒരു പങ്കാളിയാണ്. നിങ്ങളിത് കൈകാര്യം ചെയ്യുമെന്ന് എനിക്കറിയാം. നേർക്കുനേർ കാണുക. പ്രോത്സാഹനം അത് നല്ലതാണ്, അത്യാവശ്യമാണ്. നിങ്ങൾ അവൻ്റെ കോണിലാണെന്ന് അവനെ ബോധ്യപ്പെടുത്തുക. എന്തു തന്നെയായാലും ഒരു മനുഷ്യനെ പിന്തുണയ്ക്കുമ്പോൾ അവൻ വൈകാരികമായും തുറന്ന സ്നേഹവും കരുതലും പരസ്പരം കാണിക്കാൻ സാധ്യതയുണ്ട്. സമയമാണ് എല്ലാം. നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പ്രത്യേക അവസരങ്ങൾക്കായി കാത്തിരിക്കരുത്. സ്ഥിരത പ്രധാനമാണ്. ഈ വാചകങ്ങളെ പ്രഭാവശാലികളാക്കാൻ അവയെ ദിവസേനയായ സംഭാഷണങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ് ഏറ്റവും മികച്ച വഴി. ഉദാഹരണത്തിന്, അവൻ വീട്ടിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണി ചെയ്യുമ്പോൾ നീ എനിക്ക് വളരെ പ്രധാനമാണ് എന്ന് പറയുക. സമയത്തിനൊപ്പം ഈ വിലയിരുത്തലുകൾ ഒരു സമർപ്പിതമായ ബന്ധത്തിൻ്റെ അടിത്തറയാകുന്നു. വിശ്വാസം, ആദരവ്, ഐക്യം എന്നിവയുടെ നിങ്ങൾക്ക് ഒരു മനുഷ്യനോട് പറയാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ വാക്യത്തിന് നിങ്ങൾ തയ്യാറാണോ? ഇത് കേൾക്കുക. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. ഈ 3 വാക്കുകൾ വളരെയധികം ശക്തിയുള്ളതാണ്. അവൻ്റെ കഴിവുകളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് ഉറപ്പു നൽകുന്നു. വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ പ്രത്യേകിച്ച് ഈ വാചകം ആവർത്തിക്കുക. നിങ്ങൾ അവൻ്റെ പങ്കാളി മാത്രമല്ല, അവൻ്റെ ഏറ്റവും വലിയ ചിയർ ലീഡറാണ്. ഈ തരത്തിലുള്ള പിന്തുണ നിങ്ങളുടെ കണക്ഷൻ വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ ബോണ്ട് ശക്തിപ്പെടുത്താനും കഴിയും. വൈകാരിക അടുപ്പം ശക്തിപ്പെടുത്തുക. വൈകാരിക അടുപ്പം പലപ്പോഴും വെളിപ്പെടുത്തലുകളിൽ നിന്ന് ആരംഭിക്കുന്നു. അവനോട് എനിക്ക് എത്ര ഇഷ്ടമാണ്, എല്ലായ്പ്പോഴും എൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് പറയുക. അല്ലെങ്കിൽ എന്നോട് എല്ലാം തുറന്നു പറയുന്നത് ഞാൻ വിലമതിക്കുന്നു. അംഗീകാരത്തിൻ്റെ ഈ ചെറിയ നിമിഷങ്ങൾ കൂടുതൽ ആഴത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നു. കൂടുതൽ സത്യസന്ധമായ സംഭാഷണങ്ങൾ നിങ്ങളുമായി വൈകാരികമായി സുരക്ഷിതമായി അനുഭവപ്പെടുമ്പോൾ അവൻ സ്വാഭാവികമായും കൂടുതൽ മനസ്സ് തുറക്കും. നിങ്ങൾക്കിടയിൽ ശക്തമായ ഒരു ബന്ധം സൃഷ്ടിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വാക്കുകളുടെ ശക്തി അറിയാം. അവയെ പ്രയോഗത്തിൽ വരുത്താനുള്ള സമയമിതാണ്. ചെറിയ സ്ഥിരീകരണങ്ങളിൽ ആരംഭിച്ച് അവ നിങ്ങളുടെ ബന്ധത്തെ എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നു എന്ന് കാണുക. അവർ എല്ലായ്പ്പോഴും അത് പറയുന്നില്ല, എന്നാൽ അവർ സ്നേഹിക്കപ്പെടാനും ബഹുമാനവും ആഗ്രഹിക്കുന്നു. 2 പങ്കാളികൾക്കും വിലമതിക്കപ്പെടുന്നതായി തോന്നുമ്പോൾ ബന്ധങ്ങൾ തഴച്ചു വളരുന്നു. അഭിനിവേശം, സ്നേഹം, കണക്ഷൻ എന്നിവ വീണ്ടും ആരംഭിക്കാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട്. അവയെ കുറച്ചു കാണരുത്. ഇന്നു തന്നെ ആരംഭിക്കുക. ഒരു സത്യം കൂടി, ഇത് 2 വഴികളിലൂടെയും പോകുന്നു. അതായത് 2 കൂട്ടർക്കും ഒരുപോലെ ബാധകമാണ്.